ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിൽ വരുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ് ക്ലോസും ഫ്രേസും എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ് സഹിതം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് നേരെ നോക്കാം. അഡ്ജക്റ്റീവ് ക്ലോസും ഫ്രേസും പറയുന്നതിന് മുന്നേ എന്താണ് അഡ്ജക്റ്റീവ് എന്നൊന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ടേമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നൗൺ എന്ന് പറയുമ്പോൾ എന്താ? നൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിൻ്റെങ്കിലും പേര്, ഒരു വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിൻ്റെ പേരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരാവാം. അതിനെയാണല്ലോ നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്ത് നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന എന്താ പറയുക ടേമുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത്, ഫ്ലവർ ഉണ്ടല്ലോ, പൂവ്. ഓക്കെ, അപ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലേ? ഒരു നൗണാണ്, ഒരു വസ്തുവിൻ്റെ പേര്. ഓക്കെ, ഫ്ലവർ. അപ്പോൾ ആ ഫ്ലവറിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക നൗണിനെ ക്വാളിഫൈ ചെയ്തുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് വന്നത്. അപ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നൗണിനെ ക്വാളിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നേരെ ഇനി അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്ന് പറയാം. അപ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എവിടെ ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസറിലോട്ട് എത്താം എന്നുള്ള ലെവലിലാണ് നമ്മളിവിടെ ക്ലാസ് നോക്കുന്നത്. നോക്കൂ, അഡ്ജക്റ്റീവ് ക്ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊന്നും നോക്കണ്ട. റിലേറ്റീവ് പ്രോനൗൺസ് എന്താണ്? റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മതിയാവും. അതായത് ഈ ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ്, വിച്ച്, വെൻ, വെയർ, വൈ എന്ന് തുടങ്ങുന്നതാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഈ റിലേറ്റീവ് പ്രോനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് എന്ത് വരുന്നത്? അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിനകത്ത് ഹൂയിലോ, ഹൂം, ഹൂസ്, ദാറ്റ്, വിച്ച്, വെൻ, വെയർ, വൈ എന്ന് പറയുന്ന വാക്കുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ഭയങ്കര എന്താ പറയുക ഇതിൻ്റെ ഫുള്ളി ഐഡിയ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ട് മാത്രം ഒന്ന് കണക്കാക്കിയാൽ മതിയാവും. ഓക്കെ, അതായത് റിലേറ്റീവ് പ്രോനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. ഓക്കെ, അതായത് ഈ വാക്കുകളാണ് അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ്, വിച്ച്, വെൻ, വെയർ, വൈ എന്നുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇതാ നോക്കിക്കോളൂ. ഇവിടെ 5 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദ ബുക്ക് വിച്ച് ഈസ് ഓൺ ദ ടേബിൾ ബിലോങ്സ് ടു മൈ സിസ്റ്റർ. അപ്പോൾ ഈ രീതിക്കായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് ഇതിനകത്ത് നിന്ന് അഡ്ജക്റ്റീവ് ക്ലോസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാ എവിടെ നോക്കൂ, വിച്ച് എന്ന് പറയുന്നത് ഒരു നേരത്തെ കാണിച്ചെന്നല്ലോ റിലേറ്റീവ് പ്രോനൗൺ ആണ്. എവിടെ വിച്ച് ഉണ്ടല്ലോ, ഇതാ കണ്ടോ, വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് ഈ ഒരു സെൻറ്റൻസിനകത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് വിച്ച് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൽ വരുന്ന അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഞാൻ AC എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ എടുത്ത് സെപ്പറേറ്റിൽ എഴുതി അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആ പോർഷൻ മാത്രം എഴുതി വെക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ സിറ്റി വെയർ ഐ ഗ്രൂ അപ്പ് ഈസ് വെരി ക്രൗഡഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ പോർഷൻ, ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ വേർ ഐ ഗ്രൂ അപ്പ് എന്ന് പറയുന്ന പോർഷനാണ് ഈ ഒരു സെൻറ്റൻസിനകത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ദ സ്റ്റുഡൻറ്റ് ഹു വൺ ഫസ്റ്റ് റാങ്ക് റിസീവ്ഡ് എ സ്കോളർഷിപ്പ്. അപ്പോൾ ഇവിടെ ഹൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, ഹു വൺ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇത്രയും പോർഷനാണ് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റിനകത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ, ദ ഹോട്ടൽ റൂം ദാറ്റ് ഓവർലുക്സ് ദ ഓഷ്യൻ ഈസ് മൈ ഫേവറേറ്റ്. സോ ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. സോ ദാറ്റ് ഓവർലുക്സ് ദ ഓഷ്യൻ എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിനകത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്, ദ ഓഥർ ഹൂസ് ബുക്സ് ഐ ലവ് ഈസ് കമ്മിങ് ടു അവർ സ്കൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൂസ് തുടങ്ങുന്നുണ്ട്. സോ ഹൂസ് ബുക്സ് ഐ ലവ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാം, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു സെൻറ്റൻസിനകത്ത് വെർബിന് മുന്നേ ഉള്ള പോർഷനാണ് നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും ഓർത്താൽ മതി, റിലേറ്റീവ് പ്രോനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും വാക്കുകളൊന്ന് പഠിച്ചു വയ്ക്കുക, ഇത്രയും വേർഡുകളൊന്ന് പഠിച്ചു വയ്ക്കുക. സോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷനാണ് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് നോക്കാം. ഫ്രേസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു കൂട്ടം അഡ്ജക്റ്റീവുകൾ ഉള്ളതാണ് ഈ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഒരു അഡ്ജക്റ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ മുതലാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് കണക്കാക്കുക. അതായത് ബിഗിൻസ് വിത്ത് ആൻ അഡ്ജക്റ്റീവ്. ഓക്കെ, ഒരു അഡ്ജക്റ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് എന്ത്? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം.
ഇതാ ഇവിടെ നോക്കൂ, ദ സൺസെറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ടു ബിഹോൾഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്, യെസ്, നമ്മുടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ എന്ന് തുടങ്ങി ലാസ്റ്റ് വരെയുള്ള ഭാഗമാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രൈസ്. ഞാൻ ഇവിടെ AP എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബ്യൂട്ടിഫുൾ, കാരണം അത് അഡ്ജക്റ്റീവ് ആണല്ലോ. സോ അഡ്ജക്റ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്, എവ്രിബഡി ഇൻ ദ പാർട്ടി ലൈക്ക് ദ ഡെലീഷ്യസ് കേക്ക് മെയ്ഡ് ബൈ മൈ മദർ. ഓക്കെ, സോ ഡെലീഷ്യസ് എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിനകത്തെ എന്ത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അത് മുതൽ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇത്രയാണ് അഡ്ജക്റ്റീവ് ഫ്രൈസ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ദ ന്യൂ എംപ്ലോയി ഈസ് എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ ഇവിടെ എക്സ്ട്രീംലി എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരുന്നത്, അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് മൊത്തത്തിലാണ് നമുക്ക് അഡ്ജക്റ്റീവ് ഫ്രൈസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. നാലാമത്തെ ചോദ്യം, ദ ഓൾഡ് അബാൻഡൻഡ് ഹൗസ് ഹാഡ് എ ഗോസ്റ്റ്ലി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾഡ് അബാൻഡൻഡ് ഹൗസ് എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം ഓൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണല്ലോ, അഡ്ജക്റ്റീവ് തുടങ്ങുന്നത് ഭാഗമാണല്ലോ അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്, ദ ഹോട്ടൽ റൂം ഹാഡ് എ സ്റ്റണ്ണിങ് വ്യൂ ഓഫ് ദ ഓഷ്യൻ. സോ ഇവിടെ സ്റ്റണ്ണിങ് വ്യൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സ്റ്റണ്ണിങ് അല്ലേ. അപ്പോൾ സ്റ്റണ്ണിങ് വ്യൂ ഓഫ് ദ ഓഷ്യൻ ആണ് അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ആഴത്തിലൊന്നും നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് നോക്കി വെച്ചാൽ മതിയാവും. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ റിലേറ്റീവ് പ്രൊനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് അഡ്ജക്റ്റീവ് ഫ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ആൻഡ് ഇതൊന്ന് പഠിച്ച് ബൈ ഹാർട്ടാക്കി വയ്ക്കുക ഈ ഒരു ഐഡിയ. എന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, പിന്നെ ഇത് പല രീതിയിൽ ഇതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള എന്താ പറയുക ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ ടിപ്സ് പോലെ മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഐഡിയ അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെ.